ഈ നേരം വരായിട്ട് ഓക്കും നീച്ച് വരാനായിട്ടില്ല എത്ര മൂട്ടി വെയിലെടുക്കുമ്പോ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടോള്. സാബിറ, സാബിറ, സാബിറ. ഈ ലോകത്ത് ഓൾക്ക് മാത്രല്ല പള്ളയിലുണ്ടായിട്ടുള്ളൂ. നീച്ച് വന്ന ഓൾക്ക് എന്താ വരിക? ഈ പെരന്നുള്ളത്തെ എല്ലാ പണികളും ഞാൻ ഒറ്റയ്ക്ക് എടുക്കണം. എടി സാബിറ. അമ്മ അല്ല പളെ, അനക്ക് ഈ നേരം വരായിട്ടൊന്നും നീക്കാരൊന്നും ആയിട്ടില്ലേ? നേരെ ഇത്ര ഇരിക്കണെന്ന് എന്റെ വിചാരം. മൂട്ടില് വെയിലടിച്ചുമ്പോ അവിടെ കിടന്നുറങ്ങിക്കോളുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ നീക്കാൻ നിന്നതേന്ന്, അപ്പൊക്ക് തീരെ വെയ്യാതായത്. വയറിന്റെ ഉള്ളൊക്കെ നല്ല വേദനയും നല്ല ക്ഷീണവും കേടൊക്കെ ഉണ്ട്. തീരെ വെയ്യ നിക്ക്. ഒന്ന് ഡോക്ടറെ അടുത്തൊക്കെ ഒന്ന് പോയാലൊന്ന്. നിങ്ങള് പോരോ? ഇതിപ്പോ നല്ല കഥ. അനക്ക് മാത്രം ഇവിടെ പള്ളയിൽ ഉണ്ടായിട്ടുള്ളൂ. ഞാനും രണ്ടെണ്ണത്തിനെ പെറ്റിക്കണേ. ഇക്കറിയാം എന്താ ഏതാന്നുള്ളത്. മര്യാദക്ക് പോയിട്ടേ കുമ്പിട്ടിട്ട് 4 പുറം കണ്ട് അടിച്ചു വരാൻ നോക്ക്. ആ വയറിലുള്ള കുട്ടി ഒന്നും കൊണ്ട് ഉണർന്നിട്ട് ഒന്ന് ഇളകിക്കോട്ടെ. ഇത് അതിന്റെ ഉള്ളിൽ എന്നെ 24 മണിക്കൂറും തിന്നാ കുടിച്ചാ കിടന്നുറങ്ങാം. അത് മാത്രമുള്ള ആൾക്ക് ചിന്ത. ഈ വയറൊന്നും കൊണ്ട് അരിഞ്ഞു വിട്ടൊന്നും വേണ്ടേ, എന്നാലല്ലേ പ്രസവാവുള്ളൂ. ഇത് 24 മണിക്കൂറും നീ കെടുക്കലും ഇരിക്കലും ആയി കഴിഞ്ഞാൽ എങ്ങനെ ഇജ്ജ് പ്രസവിക്കാനാണ്? നിന്റെ മകന്റെ കുറച്ച് പൈസ ഒന്ന് ചെലവാക്കണം. അതിനല്ലേ ഇജ്ജ് നടക്കണത്. ഇളകാതിരുന്നാലല്ലേ ഓപ്പറേഷൻ ആവുള്ളൂ. എന്നാ പിന്നെ അവർക്ക് സുഖമായല്ലോ അല്ലെ. 6 മാസത്തിന് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് നീച്ചാ നോക്കണ്ട. മര്യാദക്ക് പോയിട്ടേ ആ 4 പുറം ഒന്നും ഇങ്ങോട്ട് അടിച്ചു ഒരുങ്ങാണ്ട് ആ ഊരൊക്കെ ഒന്നിട്ട് അയഞ്ഞോട്ടെ. എങ്ങനെ കെടുക്കാൻ നിക്കണ്ട. വേഗം വന്നോട് പുറത്തേക്ക്. ഡോക്ടർ പറഞ്ഞല്ലോ കാണിക്കാൻ ചെല്ലണമെന്ന്. അന്നാണ് പോയാ മതി. ഏത് സമയം ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ പോവാൻ ഇവിടെ ഇങ്ങനെ പൈസ ഇങ്ങനെ നിറഞ്ഞിരിക്കാണല്ലോ. ഇജ്ജ് വേഗം ചെല്ലി, വേഗം പണിയോട് നോക്കൂടി. തലൊക്കെ ചുറ്റുണ്ടല്ലോ പഠിച്ചോനെ. അവിടെ പോയിരിക്ക. പഠിച്ചോനെ തലയിട്ടൊക്കെ ഉണ്ടല്ലോ റബ്ബേ. ആരപ്പായിരിക്കണ്? സാബിറല്ലേ? സാബിറ, എന്താ ഇവിടെ വന്നിരിക്കണടി? താത്ത ഒന്നല്ലേ, നോക്ക് എന്താന്ന് അറിയില്ല. അന്നെ തല ചുറ്റുക. അടിച്ചു വരികയാണ് ഞാന്. അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നിരുന്നതാ. തല ഇറ്റിയേ? എന്നാ ഔത്ത് പോയിട്ടൊന്ന് കിടന്നു നോക്കാ. ഇവിടെ ഇങ്ങനെ ഇരിക്കണേക്കായി നല്ലത് ഔത്ത് പോയി കിടക്കണല്ലേ. എന്താ എന്റെ അമ്മായിമല്ലേ ഈ മിറ്റൊന്ന് അടിച്ചു വരാന്? ഈ 10ഉം തേഞ്ഞിരിക്കണ ഇജാണ് ഇപ്പൊ ഈ അടിച്ചു വരുന്നതൊക്കെ. ഇതാണ് പോയി കണക്കൊന്ന് 4 ദിവസം എന്റെ പെരയെ പോയി നിന്നൂടെ? ഇവിടെ ഇങ്ങനെ നിന്ന് ഇടങ്ങറാവണേക്കായി നല്ലതല്ലേ. ഞാൻ എങ്ങനെ പോണ്? ഇവിടെ ഇമ്മ ഒറ്റക്കാണ്. നാട്ടിക്ക് എന്നോട് പോണ്ടാന്ന് പറഞ്ഞിക്കാണേ. ഇമ്മ ഇവിടെ ഒറ്റക്കല്ലേ. എന്തോ ഒറ്റക്ക്? ഇജ് ഇവിടെ വരുന്നതിന്റെ മുന്നേ എന്റെ അമ്മായിമ്മ ഒറ്റക്ക് തന്നെ ഇനിയില്ലേ. ഇജ് പെണ്ണ അവിടെ പോയിട്ട് ലേസം നേരം പോയി കേറുന്നില്ലെങ്കിൽ തുള്ളി കഞ്ഞിയുടെ വെള്ളം എന്തേലും എടുത്ത് കുടിച്ചോ. ആരപ്പ അവിടുന്ന് വർത്താനം പറയണത്? ജമീലാണല്ലോ. ജമീല, അല്ല എന്താ ഇങ്ങണ്ട് ഈ രാവിലെ തന്നെ ഒരു ഇറക്കമൊക്കെ? ഞാനേ പറമ്പക്ക് വന്നതേന്നെ. തേങ്ങ എന്തേലും ഉണ്ടോന്ന്. ഇന്നലെ ഇപ്പൊ കാറ്റും മഴയൊക്കെ ഉണ്ടായതല്ലേ. ഒന്ന് കിട്ടീക്കണ്. അപ്പൊ അതേറ്റിട്ട് പോകുമ്പോഴാണ് സാബിറാനെ കണ്ടത് ഞാന്. എന്താ ഇവളവിടെ ഇരിക്കണ്? എന്താ സാബിറ അവിടെ ഇരിക്കണ്?
ആ ഓൾക്ക് തലയിട്ടുണ്ട് എന്ന് പറഞ്ഞേ. അപ്പൊ ഞാനത് ചോദിച്ചറിയുന്നു. ആ തലയിറ്റീറ്റാ. ഞാൻ ഓളോട് പറഞ്ഞതാണ് പണിയോളൊന്നും എടുക്കണ്ടെന്നുള്ളത്. ഓള് കേക്കാതാണ് പോണതാ. ഞാൻ പറഞ്ഞു കുഞ്ഞുമൂനെ അങ്ങോട്ട് വിളിക്കാം നമ്മക്ക് 2 ദിവസം ഓള് ഇവിടെ വന്ന് നിന്നോളൂ, ഓള് എടുത്തോളുന്നു. അപ്പൊ ഇവൾക്ക് പറ്റണ്ടേ, ഓളെ കൊണ്ടൊന്നും പണിയൊന്നും എടുപ്പിക്കണ്ട, ഞാൻ ചെയ്തോണ്ട് എന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് ഞാനും വിചാരിച്ച്. ക്ഷീണാണെന്നുണ്ടെങ്കിൽ അവത്ത് വന്നിരുന്നാ പോരെ. ഈ ആൾക്കാർ കാണാൻ വേണ്ടിട്ട് ഇവിടെ ഒക്കെ വന്നിരിക്കണം, എന്നിട്ട് ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുക. ഞാൻ പണിയെടുപ്പിക്കാണ് എന്നല്ലപ്പോ ആൾക്കാർ വിചാരിക്കുള്ളൂ. ആ അത് ശരിയാണല്ലോ. ഒക്കെ അറിയാലോ നിങ്ങള് ഒരാളെ കൊണ്ട് പണിയൊന്നും എടുപ്പിച്ചൂല എന്നുള്ളത് ഇപ്പൊ നമ്മക്ക് അറിയുന്ന കാര്യാണ്. നല്ല മഴയും വരുന്നുണ്ട്. മഴ ഇങ്ങനെ തുള്ളിടുന്നുണ്ട്. തിരുമ്പാനാണെങ്കിൽ ഒരു ചോടുണ്ടേനു. എങ്ങനെയാ ഇപ്പൊ ഞാനത് തിരുമ്പാന്ന് ആലോചിച്ചിട്ട് നിക്കന്നെ വെച്ച. ഭയങ്കര വേദനയാണ്. പിന്നെ മെഷീനിലിട്ട് തിരുമ്പിയാലാണെങ്കിൽ നേരെ ആവൂല്ല. ഇനി എന്താ കാട്ടുകയെന്ന് ഒരു പുറത്തും ഇല്ല. ഞാൻ തിരുമ്പമ്മ, നിങ്ങൾ തിരുമ്പണ്ട വയ്യാതെ. വേണ്ടണ്ട, ഞാൻ തിരുമ്പിക്കോണ്ടേ. അല്ല ഞാൻ എനിക്ക് വെജാന്നുള്ളതേ. ഇവളിങ്ങനെ പള്ളിയിലുണ്ടായിരിക്കുമ്പോ ഞാൻ തന്നെയല്ലേ ഇടങ്ങാറാവാന്. ഇനിയിപ്പോ ഓക്ക് ഓളെ പെരേക്ക് ഒന്നാണ്ട് പോയാ മതി. ഓളെ പെരയിലാണെന്നുണ്ടെങ്കിൽ ഓളെ വാപ്പാക്ക് പണി ഇല്ലാതിരിക്കല്ലേ. അപ്പൊ പിന്നെ എങ്ങനെ ഞാനും പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് മുണ്ടാതിരിക്ക. ഞാൻ ചെയ്തോണ്ട് ഇജ്ജ് അവിടെ ഇരുന്നോ. അത് സാരില്ലമ്മ, ഞാൻ ചെയ്തോളാം, കൊഴപ്പില്ല. ആ എന്നാ ചെന്നാണ്ട് കൂത്തി തിരുമ്പിയാണ്ട് ഇട്ടാളാ, കുറച്ചുള്ളൂ. ജമീലജ് കേറടി ഒത്തുക്ക്. ഇല്ലെന്ന്, ഞാൻ കേറുന്നില്ല. ഞാൻ പോട്ടെ, ഒരു കുറ്റി പുട്ടെങ്കിലും ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട്. തേങ്ങ കിട്ടിയിട്ട് കൊറേ ദിവസമായിക്കണേ. അപ്പൊ ഇപ്പൊ ഒന്ന് കിട്ടിയല്ലോ, ഞാൻ അതായിട്ട് പോയിട്ട് ലേശം പുട്ട് എന്തേലും ഉണ്ടാക്കട്ടെ. എന്നാ ആയിക്കോട്ടെ എന്നാലിട്ടാ. ആ എന്നാ ഇജ്ജ് ചെല്ല്, എന്നാലിക്ക് കുറച്ച് പണികളുണ്ട് അടുക്കളയില്. എന്നാ ആയിക്കോട്ടെടി. പോട്ടെടി സാബിയെ. വേഗം പോയിട്ടേ ആ തിരുമ്പി ഇട്ടോട്. ഈ ജോലൊക്കെ കാണാൻ വേണ്ടിട്ടല്ലേ ഇവിടെ വന്നിരുന്നത്. ഈ കന്നെ നന്നായിട്ട് അറിയാം, പള്ളേലുണ്ട് എന്നുള്ളൊരു പേരും. എന്നിട്ട് ഞാൻ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ ഇജ്ജ് ഇവിടെ ഇരിക്കണത്. നടന്നതന്നെട്ടാ. ആരും ഇജ്ജ് എന്ത് പറഞ്ഞാലും വിശ്വസിക്കൂല. ഓലൊക്കെ കാലാകാലായിട്ട് ഇന്ന അറിയണതാണ്. ഇജ്ജ് ആ പൂതിയൻ മനസ്സിൽ നിന്നാണ് മായ്ച്ചാളഞ്ഞാളാ. ആ മഴ ഒന്ന് തുള്ളിയിടുന്നുണ്ട്, പോയിട്ട് വേഗം തിരുമ്പിടാൻ നോക്ക്. എന്നിട്ട് ആ ഇറയത്ത് കൊണ്ടുപോയിട്ടാളാണ്ട് ഉണങ്ങിക്കോളും. പോയി തിരക്കേടില്ല. അല്ലപ്പ എന്റെ പുറത്തത്തെ പണികളൊക്കെ കഴിഞ്ഞാ? ആ അമ്മ, അതൊക്കെ കഴിഞ്ഞിക്കണ്. എന്നാ ഇനി വേഗം അകൊക്കെ അടിച്ചൊരു തുടച്ചിട്ടാളാ. എമ്മയ്ക്ക് വെയ്ക്കണില്ലമ്മ അടിച്ചു വരാൻ ഇതിനൊന്നിനും. തീരെ വയ്യ. ഊരെന്തൊക്കെ നല്ല വേദന ഉണ്ടക്ക്. ഞാൻ എന്നോട് പറഞ്ഞില്ലേ, ആ ദണ്ണൊക്കെ ഉണ്ടാവും. പള്ളേൽ ഉണ്ടാവുമ്പോ ഇതെല്ലാവർക്കും സർവ്വസാധാരണയാണ്, അല്ലാതെ അണക്ക് മാത്രം ഉള്ളതൊന്നുമല്ല. അങ്ങനെ സഹിക്കാൻ വെച്ചാന്നുണ്ടെങ്കിൽ പിന്നെ ഈ പണിക്ക് നിക്കേണ്ട ആവശ്യം ഉണ്ടായിന്ന. കൊണ്ട് പറയിപ്പിക്കണ്ട. നോക്കൂട്. വിളിച്ചീനാ? ഇക്ക വിളിച്ചീന്നു. ഇക്ക ഒരാഴ്ചക്കുള്ളിൽ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞത്. എന്തിനാ വരുന്നത് ഈ പ്രസവം എടുക്കുന്ന സമയത്ത്? ഇത്രയും തോനെ പൈസക്കൊക്കെ ആവശ്യമുള്ളതല്ലേ. ഇനിയിപ്പോ ഓപ്പറേഷൻ ആണോ പ്രസവമാണോ എന്നൊന്നും അറിയുന്നില്ലല്ലോ. മിക്കവാറും അത് ഓപ്പറേഷൻ ആവാനാണ് സാധ്യത. ഈ പണി എടുക്കാതിരിക്കണ ആൾക്ക് പിന്നെ ഓപ്പറേഷൻ തന്നെ ഉണ്ടാവുള്ളൂ. അതും വെച്ചിട്ട് ഇങ്ങോട്ട് വരികന്ന് പറഞ്ഞാല് എത്ര ഉറുപ്യ വേണപ്പോ? എന്റെ പെരക്കാരെ കൊണ്ട് എന്തായാലും അതൊന്നും കൂട്ടിയാ കൂടൊന്നുമില്ല. ഓനോടിപ്പോ വരണ്ടാന്ന് പറഞ്ഞാളാ. ഓനോട് പ്രസവമൊക്കെ കഴിഞ്ഞ ആക്കത്തിനൊക്കെ വരാൻ പറഞ്ഞാൽ മതി. അപ്പോഴൊക്കെ കണ്ടാൽ മതി കുട്ടീനെ. എന്താപ്പ ഇത്, കുഞ്ഞുമൂന്റെ പെരയുടെ കുടിക്കലാവാനായിക്കണേ. എന്തേലും ഒരു സാധനം കൊടുക്കണ്ടേ? അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താ കാട്ടുക? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മളെ പെരക്കാരാണ് കൊടുക്കേണ്ടത്. അത് ചിന്തിക്കണില്ലേ? ഇജൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താളാ. നീ ഇജാണ് വരാൻ പറഞ്ഞിരിക്കണെന്ന് വെച്ചാൽ ഓനോട് പറഞ്ഞാളാ ഇനിയിപ്പൊ വരണ്ടാന്ന്. അത്രക്ക് കാണാനുള്ള ബുദ്ധിയൊന്നും ഉണ്ടാവൂല.
ഇമ്മ എന്തെങ്ങനെ എത്ര വർഷത്തിന് ശേഷം ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവണ്. ഇന്ന് രണ്ടെണ്ണം പറ്റന്നല്ല. ആ ഉരുമ്പൊട്ടകൾ വരുമ്പോത്തിന് വേഗം ഫോൺ വിളിക്കട്ടെ. ആ ഹലോ, എന്താ ചേച്ചി ഫോൺ എടുക്കാത്ത? ഇതിപ്പോ പണികളൊക്കെ കഴിഞ്ഞാ? ആ ഓളതവിടെ നടക്കണ്. ഓൾക്ക് എന്ത് കുഴപ്പമുള്ളത്? ഓൾക്ക് ഒരു ദണ്ണുമില്ല. പള്ളേലുണ്ടെന്ന് വിചാരിച്ചിട്ടോ അങ്ങനത്തെ ഒരു അസുഖമോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഇല്ലാന്ന് തന്നെ ഉള്ളു. വെറുതെ ഇങ്ങനെ ഇരിക്ക, തിന്നുക, കിടന്നോ, അങ്ങനത്തൊക്കെ തന്നെ ഓൾക്ക് പണി. വേറെ ഒരു പണിയില്ല. എന്തത്താപ്പത്? കൊറേ കാലത്തിന് ശേഷാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എന്താ പ്രശ്നം? ഇക്ക് അങ്ങനത്തെ പുതുമാതിരി ഒന്നുമില്ലേ. കൊറേ കാലത്തിന് ശേഷം ഉണ്ടാവണല്ലേ? ആയിക്കോട്ടെ, അതിനിപ്പോ എന്താണ്? കൊറേ കാലത്തിന് ശേഷാണെന്നുണ്ടെങ്കിൽ ഉണ്ടായില്ലേ. പിന്നെ അതൊക്കെ ഇനി പോവോ ഏതൊക്കെ ആവാന്നുണ്ടെങ്കിൽ അതൊക്കെ ഓളെ കജ്ജിലിരിപ്പ് തന്നെ പറയുള്ളൂ. ഞാൻ ഓളെ നല്ല പോലെ നോക്കണ്ട്. എന്തിനു ഓളെ ഞാൻ ഓളെ പെരേക്കാരനയക്കണേ? ഇവിടെ നിന്നോട്ടെ. ഇവിടെ നിന്നാൽ തന്നെ ഒന്ന് മേലിളകി പണിയൊക്കെ എടുക്കുള്ളൂ. അവിടെ പോയിട്ട് വെറുതെ ഇങ്ങനെ ആലോചിക്കണ്ടേ എന്റെ മകന്റെ കുട്ടിയാണ് ഓളെ വയറ്റിൽ കിടക്കണെന്നുള്ളത്? എന്തായാലും ഞാൻ പറഞ്ഞേക്കൊന്നുമില്ല. പിന്നെ അനക്കൊരു കാര്യം കേക്കണാ? ഓള് പറയാണേ ഓൻ വരുന്നുണ്ട് അത്ര ഗൾഫിന്ന്. ഓൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുക? ഓനക്ക് കുട്ടീനെ കാണാനുള്ള പൂതി കൊണ്ട് വരിക അത്ര. ഇപ്പൊ ഇജ്ജും ഓളെ ഭാഗം നിന്ന് വർത്താനം പറയാ, അത് നടക്കണ കാര്യാണ്. അന്റെ കുടിരിക്കലാവാനായിക്കണില്ല. എനിക്ക് സാധനങ്ങളൊക്കെ വേണ്ടേ? പിന്നെ ഇപ്പൊ ഈ ഒരു പ്രസവത്തിന് എത്ര ഉറുപ്പ്യ ചെലവാണ് വെച്ചിട്ടാ? ഓ നാട്ടിൽ വന്നിട്ട് അതൊക്കെ പിന്നെ ആരെ ചെയ്യാ? ഞാൻ ഓളോട് അറിഞ്ഞപ്പോ തൽക്കാലം വരണ്ടാന്ന്. അല്ല ഇജ്ജ് എന്നിട്ട് എന്നാ ഇങ്ങോട്ട് വരുന്നേ? നമുക്ക് 2 ദിവസം ഇവിടെ നിന്ന് പോയിക്കൂടെ? ആ എന്നാ വരാൻ നോക്കുന്നാല്. എന്തായാലും ഇപ്പൊ ഓള് ഇവിടെ ഉണ്ടല്ലോ. ഓള് പെറ്റി കഴിഞ്ഞാ പിന്നെ ആൾക്ക് ഓളെ കിട്ടൂല. ഓളെ കൊണ്ട് പണിയെടുപ്പിക്കാനും പറ്റൂല. ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം വന്ന് നിന്ന് പോയിക്കോ. ആ എന്നാ വരാൻ നോക്കുന്നാല്. എന്നാ ശരി, വെച്ചാളാ. ചെലപ്പോ അവിടെ ഒളിഞ്ഞിന്ന് കേക്കുണ്ടാവും. ആ കുട്ടി വരുന്നുണ്ട്. എന്തേലൊക്കെ നല്ലപോലെ ഒന്ന് വെച്ചുണ്ടാക്കി വെക്കാൻ പറയട്ടെ. ആ ഇജ്ജ് ഇവിടെ ഇരിക്കണ്ടാ? പിന്നെ കുഞ്ഞുമ്മ വരുന്നുണ്ട് വൈകുന്നേരത്തിന്. ഇജ്ജ് എന്തെങ്കിലും ഒന്ന് തിന്നാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയൊക്കെ കിട്ടുക. പിന്നെ ഓളാ റൂമത്തെ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റി വിരിച്ചിടൊക്കെ ചെയ്താളാ. ഇനിയിപ്പോ കൊറേ ദിവസമായില്ല ആ ബെഡ്ഷീറ്റ് ഇട്ടിട്ട്. ഇജാക്കം ചെയ്യിട്ടാ. ആ അമ്മ ഞാൻ നേരാക്കിക്കോളാം. ആ പെരേക്കും പോകാൻ പറ്റാത്ത അവസ്ഥ അല്ല പഠിച്ചോലെ. ഇവിടെ അമ്മ ഒറ്റക്കാണ്. ടെക്കും പറഞ്ഞേക്കുന്നു. അവിടെയാണെന്നുണ്ടെങ്കിൽ എന്ത് സുഖമാണ്. എന്തായാലും എന്റെ കുട്ടിക്ക് വേണ്ടിട്ടല്ല സഹിക്കണം. എന്തെങ്ങനെ തീരെ വയ്ക്കണില്ല. ഒരു മക്കൾക്കാണെന്നുണ്ടെങ്കിൽ അവരെന്നെ ഇങ്ങനെ ഇട്ട് കാട്ടും. എന്റെ കൂടെ ആരും കാണാത്ത. ആ താത്ത. ആ കുഞ്ഞുമ്മ ഈ എപ്പളാടി വന്നേ? ഞാൻ എന്താ നേരെ നിങ്ങളെ അടുത്തേക്കാ വരുന്നത്. ഞാൻ ചായ എന്തേലും കൊടുക്കാം.
ഉമ്മാനെ കണ്ടാ? ഇല്ലെന്ന് ഉമ്മാനെ കണ്ടിട്ടില്ല. എനിക്കിപ്പോ ഒന്നും വേണ്ട. എന്താ നിങ്ങള് കെടുക്കണേ? എന്റെ മുഖമൊക്കെ വല്ലാതിരിക്കണ്ടല്ലോ. അമ്മ എന്തേലും പറഞ്ഞാ? ഉമ്മ ഒന്നും പറഞ്ഞിട്ടില്ലടി. ഉമ്മ എന്നോട് കൊറേ പറഞ്ഞതാ പോവാന്. ഞാൻ പോവായി. ഇന്റെ ഉമ്മല്ലേ ആള്. ഇന്റെ ഉമ്മാനെ ഞാൻ ഇന്നും ഇന്നലെയും കാണൽ തുടങ്ങിയൊന്നല്ലല്ലോ. എന്താ സംഭവം എന്താ? ഇങ്ങനെയിടി ഞാൻ അതെല്ലാരോടും പറയാ. എന്റെ അവസ്ഥ നോക്കി. നമുക്കൊന്ന് ആലോചിച്ചൂടെ? 10 കൊല്ലത്തിന് ശേഷല്ലേ നമുക്കൊരു കുട്ടി ഉണ്ടാവണേ. കൊറേ മരുന്നും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷല്ലേ എനിക്ക് ഉണ്ടാവണത്. അപ്പൊ ആലോചിച്ചൂടെ? നല്ല റെസ്റ്റ് വേണം. പട്ടികളെ കൊണ്ട് പണി എടുപ്പിക്കും പോലെ എടുപ്പിക്കും. ഇമ്മാനോട് ഡോക്ടർ പറഞ്ഞതാ, കുമ്പിട്ട് നീരരുത്, റെസ്റ്റ് വേണം. ഇമ്മ പണി അല്ലാതെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കൂല. ഇമ്മ നല്ല കുമ്പിട്ട് പണിയെടുക്കണം, എന്നാലേ പ്രസവാവും. എന്തായാലും അത്രയും ആഗ്രഹിച്ചുണ്ടാവണല്ലേ. ഉമ്മാക്കൊന്ന് ചിന്തിച്ചൂടെ? ഉമ്മാന്റെ മകനല്ലേ. അനക്കറിയില്ല ഒരു കുട്ടിയില്ലാത്തതിന്റെ വിഷമം. അത് ഞാൻ പറയണം? താത്ത കരയണ്ട. എങ്ങനെ പറയണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങള് പറഞ്ഞ പോലെ ഒരു കുട്ടിയില്ലാത്ത വിഷമം എനിക്ക് നന്നായിട്ട് അറിയും. 5-6 വർഷമായില്ല എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. പടച്ചോൻ ഇതുവരെയൊക്കെ ഒന്നിനെ തന്നിട്ടില്ലല്ലോ. നിങ്ങള് സങ്കടപ്പെടണ്ട. ഞാൻ അമ്മാനൊന്ന് പോയി കാണട്ടെ. ഇക്ക വരാൻ നിന്നതാ. ഇമ്മ പറഞ്ഞു വേണ്ടാന്ന്. അതിന് ഇത്ര ആഗ്രഹം ഉണ്ടാവും വരാനെന്നറിയോ? അതിന് ആദ്യമായിട്ടൊരു കുട്ടി ഉണ്ടാവുമല്ലേ. ഇത്രയും കാലം കുടുംബങ്ങൾക്ക് വേണ്ടിട്ട് ജീവിച്ചില്ല പാവം മരുഭൂമിയില്. ഇന്നെങ്കിലും ഒരു വട്ടെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളെ കാര്യത്തിനെങ്കിലും നിക്ക വന്നോട്ടെ. ഉമ്മാനോടൊന്നും പറയണ്ട. ഇമ്മാക്ക് ഉമ്മാനെ ആരെങ്കിലും എന്തേലും പറഞ്ഞ ഉമ്മാക്ക് ഇഷ്ടല്ല. ഇതൊന്നും പറയണ്ടടി. അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. ഉമ്മാനോട് കാര്യങ്ങൾ സംസാരിക്കന്നെ വേണല്ലോ. നിങ്ങളേ ഇനിയിപ്പോ എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടല്ലോ കുറച്ച് ദിവസം. നിങ്ങളെ പെരേക്ക് പോയിക്കോളി. ഞാൻ പോണന്ന് വന്നാ മതി. ഞാൻ പോയിക്കോളാം. ഇപ്പൊ എന്തായാലും ഇജ്ജുണ്ടല്ലോ. പോയിക്കോളാം. എന്നാ അവിടെ ഇരുന്നോളിന്നാ.